ഇൻസ്റ്റഗ്രാമിൽ ഒരു മാസത്തിൽ എത്ര പോസ്റ്റ് പോകണം? ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ പോസ്റ്റ് പോകുന്നതാണോ ബെറ്റർ? ഡെയിലി ഒന്നിൽ കൂടുതൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇങ്ങനെ പല ക്വസ്റ്റ്യൻസും സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്. ബേസിക്കലി അങ്ങനെ ഇൻസ്റ്റഗ്രാമിന് പെർട്ടിക്കുലർലി ഒരു ദിവസം ഇത്രേ പോകാൻ പാടുള്ളൂന്നോ, ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങളിത് പോസ്റ്റ് ചെയ്യണമെന്നോ അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള ലോസ് ഒന്നും ഇല്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ന്യൂസ് പേജ് ആണ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ 5-10 പോസ്റ്റും റീൽസൊക്കെ നിങ്ങൾ പോസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ന്യൂസ് പേജസ് ഫോളോ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അങ്ങനെ ചെയ്തുകൊണ്ട് ആ പേജിന് പെർട്ടിക്കുലർ ആയിട്ട് അൽഗോരിതത്തിന് ഒരു പ്രശ്നവും ഇല്ലതാനും. പക്ഷെ നമ്മൾ ഒരു ബ്രാൻഡിന് എടുക്കുന്ന കേസിൽ 2 രീതിയിലാണ് അതിനെ ട്രീറ്റ് ചെയ്യുക. അതായത് ഇനീഷ്യൽ ഫേസിൽ, അതായത് ഒരു പേജിനെ സ്റ്റാർട്ട് ചെയ്ത് അതിലേക്ക് കണ്ടന്റ് ഒക്കെ ഇട്ട് തുടങ്ങുന്ന ഒരു ടൈം ഒന്ന് അപ്ബ്രിങ് ചെയ്യണ സമയത്ത് നമ്മളെപ്പോഴും ക്വാണ്ടിറ്റി ഓവർ ക്വാളിറ്റിയാണ് ഫോക്കസ് ചെയ്യുക. അതായത് കൂടുതൽ പോസ്റ്റ് ചെയ്യുക, കണ്ടന്റിന് ഇമ്പോർട്ടൻസിനേക്കാളും കൂടുതൽ നമ്മൾ കൗണ്ട് കൂടുതൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി, ഇങ്ങനെയുള്ള പല ക്വാളിറ്റി ഇഷ്യൂ വരുന്ന സമയത്ത് ചിലപ്പം നമുക്ക് കൗണ്ട് വളരെ കുറച്ചേല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും ആ ഒരു സമയത്ത് ക്വാണ്ടിറ്റി ഓവർ ക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യാം. നെക്സ്റ്റ് ഫേസിൽ നിങ്ങളെ പേജിനെ ബിൽഡ് ചെയ്ത് അത്യാവശ്യം ഫോളോവർ ബേസ് ഒക്കെ ആയി നല്ല എൻഗേജ്മെന്റ്സ് ഒക്കെ ഉണ്ട്, ഈ ഒരു ഫേസിൽ എത്തുന്ന സമയത്ത് നിങ്ങൾ ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി ആയിട്ട് മാറണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഓൾറെഡി ആ ഒരു ഇനീഷ്യൽ ഗ്രോയിങ് സ്റ്റേജിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഓഡിയൻസിന് വേണ്ട ക്വാളിറ്റി ഓഫ് കണ്ടന്റ് എന്താന്നുള്ളത്. അത് പഠിക്കാനുള്ള ഒരു സ്റ്റേജും കൂടിയാണ് ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ എത്തുന്ന എക്സ്പെക്ട് ചെയ്യുന്ന കണ്ടന്റ് അല്ല നമ്മൾ ഡെലിവർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഫോളോവേഴ്സ് അല്ലെ എൻഗേജ്മെന്റ് റേറ്റ് കുറയാനും പേജിനെ നെഗറ്റീവായിട്ട് ബാധിക്കാനും ചാൻസ് ഉണ്ട്.